കോർപ്പറേറ്റ് ടാക്സ് നിയമത്തിലെ ടാക്സ് ലോസ് പ്രൊവിഷനെ കുറിച്ചിട്ട് സംസാരിക്കാം. കോർപ്പറേറ്റ് ടാക്സ് നിയമത്തിലെ ആർട്ടിക്കിൾ 37 ടാക്സ് ലോസ് റിലീഫിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ടാക്സ് ലോസ് വന്നു കഴിഞ്ഞാൽ ആ ടാക്സ് ലോസിനെ ഒരു സബ്സിക്വന്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. സബ്സിക്വന്റ് ഇയറിൽ ടാക്സബിൾ ഇൻകം ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ 75% വരെ അവർക്ക് ആ ഒരു ടാക്സ് ലോസുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ കഴിയും. ബാക്കി വരുന്ന ടാക്സ് ലോസ് നെക്സ്റ്റ് സബ്സിക്വന്റ് ഇയറിലേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് ആർട്ടിക്കിൾ 38 പറയുന്ന ട്രാൻസ്ഫർ ഓഫ് ടാക്സ് ലോസ് ആണ്. ഒരു ടാക്സബിൾ പേഴ്സന്റെ ടാക്സ് ലോസ് മറ്റൊരു ടാക്സബിൾ പേഴ്സന്റെ ടാക്സബിൾ ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ടാക്സ് ലോസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യാൻ കുറച്ച് കണ്ടീഷൻസ് ഓക്കെ ആവണം. ഈ കണ്ടീഷൻസ് രണ്ട് ടാക്സബിൾ പേഴ്സണും ജുറിഡിക്കൽ പേഴ്സൺ ആയിരിക്കണം, അതുപോലെ തന്നെ റെസിഡന്റ് പേഴ്സൺ ആയിരിക്കണം. മറ്റൊന്ന് 75% മുകളിൽ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ഓണർഷിപ്പ് ഹോൾഡ് ചെയ്തിരിക്കണം. മറ്റൊന്ന് എക്സംപ്റ്റ് പേഴ്സൺ ആയിരിക്കാൻ പാടില്ല, അതേപോലെ തന്നെ ഒരു ക്വാളിഫൈഡ് ഫ്രീ സോൺ പേഴ്സൺ ആയിരിക്കാൻ പാടില്ല. സെയിം ഫൈനാൻഷ്യൽ ഇയർ ഫോളോ ചെയ്തിരിക്കണം, അതേപോലെ തന്നെ സെയിം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ടായിരിക്കണം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഈ കണ്ടീഷൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു ടാക്സബിൾ പേഴ്സന്റെ ടാക്സ് ലോസ് മറ്റൊരു ടാക്സബിൾ പേഴ്സന്റെ ടാക്സബിൾ ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ കഴിയും. ഇനി കോർപ്പറേറ്റ് ടാക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ടാക്സ് ലോസ് പ്രൊവിഷൻസ് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കാം. താങ്ക്